എന്റെ അപ്പച്ചി അവൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെയാ. കണ്ണനില്ലാത്ത ലോകത്ത് മഹാലക്ഷ്മിക്ക് എന്ത് പ്രസക്തി? കണ്ണന്റെ ഭാര്യയായിട്ട് വന്നതാണ് അവളുടെ ഭാഗ്യക്കേട്. അർഹതയില്ലാത്തതൊക്കെ വെട്ടിപ്പിടിച്ച അവക്ക് ഇനി കണ്ണീരിന്റെ കാലവാ. എന്റെയും നിങ്ങളുടെയും ദാമ്പത്യ ജീവിതം തകർക്കാൻ നോക്കിയ അവൾക്ക് ഇനി ദാമ്പത്യമേ ഇല്ല. ഇനി അവളെ വിധവയാ, വിധവ. കണ്ണന്റെ വിധവ. അപ്പച്ചി, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇനി എനിക്കൊന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. എനിക്കും അങ്ങനെ തന്നെയാ. മോള് കഴിക്കങ്ങോട്ട്. അല്ല, നിങ്ങൾ മൂന്നാറിലേക്ക് പോകുന്ന സ്ഥിതിക്ക് ഇന്നിനി വീട്ടിലോട്ടൊന്നും പോകണ്ടല്ലോ. ഏയ്, അവിടെ പോയി തിരിച്ചു വരുമ്പോ എല്ലാവരും അറിഞ്ഞാൽ മതിയായിരുന്നു നീ ജീവനോടുണ്ടെന്ന്. അതെങ്ങനെ പറ്റൂടാ? അത്രയും സമയമൊക്കെ മാറി നിന്ന് കഴിഞ്ഞാല് നമ്മൾ ചെല്ലാതെ തന്നെ അവരറിയില്ലേ ഞാനും മാർക്കൊന്നും അല്ല കൊക്കയിൽ വീണതെന്ന്. അത് ശരിയാ, മാറിക്കാവുന്നതിന്റെ മാക്സിമം മാറി നിന്ന് കഴിഞ്ഞു. ഇനിയിപ്പോ ആ മേഘനങ്ങാണ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് അവന് മനസ്സിലാവും ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാഗറല്ല, അവൻ വിട്ട ഗുണ്ടയാണെന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ രാത്രി തന്നെ സസ്പെൻസ് പൊളിക്കുന്നതാ നല്ലത്. നീ സൂക്ഷിക്കണം, നിന്റെ സ്വന്തം വീടാണ്. പക്ഷേ അവിടെ താമസിക്കുന്ന മറ്റെല്ലാവരും സുരക്ഷിതരാണ്, നിങ്ങൾ രണ്ടാളും ഒഴിച്ച്. ആരെ അങ്ങനെ തോണ്ടി വെളിക്കളയാൻ കഴിയുന്നില്ല. ആ ബലഹീനതയെ തന്നെയാ എല്ലാരും ചൂഷണം ചെയ്യുന്നേ. ജീവിതം രണ്ടാളും ഇന്നേ തുടങ്ങണ്ട കേട്ടോ, നാളെ തുടങ്ങിയാ മതി. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. കണ്ണം മാലഴിച്ചു കഴിഞ്ഞാലേ അവന്റെ വ്രതം തീർന്നു. എങ്കിലും ലേഖ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അനന്തു. ഞങ്ങൾ ഇത്രയും ക്ഷമിച്ചതല്ലേ, ഇനിയിപ്പോ ഒരു ദിവസം കൂടെ ഇപ്പൊ പോകുന്ന പോലെ പോയാൽ എന്തോ കുഴപ്പം? അപ്പോഴേ മഹി, കടന്നൽ കൂടിനകത്തേക്ക് പോകുന്നത് നിങ്ങളെ രണ്ടാളെ ഒന്നിച്ച് കാണുമ്പോ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന പോലെയൊക്കെ തോന്നും അവിടെ ഉള്ളവർക്ക്. അതുകൊണ്ട് ഇന്ന് വളരെ സൂക്ഷിക്കണം. ഇനിയിപ്പോ രണ്ടാളും ആയുധം കൈ കൊണ്ട് നടന്നാലും കുഴപ്പമൊന്നുമില്ല. അവിടെയാണ് ഞാൻ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നോണ്ട് ഗുണമുണ്ടാവാൻ പോകുന്നേ. എനിക്ക് എഴുന്നേക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് എന്നെയോ ഇയാളെ ആരെങ്കിലും ആക്രമിച്ചാൽ അവിടെ ചിലപ്പോ എന്റെ അരയ്ക്ക് താഴേക്ക് സ്വാധീനം കിട്ടിയെന്ന് എല്ലാവരും തിരിച്ചറിയുമായിരിക്കും. എങ്കിലും കൊല്ലാൻ വരുന്നവനെ എനിക്ക് പ്രതിരോധിക്കാൻ പറ്റുമല്ലോ. കണ്ണേട്ടാ, രണ്ടാനമ്മയും കുടുംബത്തെ ഒഴിവാക്കാതെ നിങ്ങളുടെ കാര്യം സുരക്ഷിതമല്ല. അതന്നെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എടാ, സ്വന്തം മകൾക്ക് പോലും വിഷം കൊടുത്ത് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും കൊല്ലാൻ നോക്കിയ അമ്മയാണ് നിന്റെ രണ്ടാനമ്മ. സ്വന്തം മകളോട് സിമ്പതിയില്ലാത്തൊരു സ്ത്രീക്ക് ഈ ലോകത്ത് ആരോടത് ഉണ്ടാവില്ല. അവരവരെയും പിന്നെ സമ്പത്തിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അത് കഴിഞ്ഞേ മക്കളും മരുമക്കളൊക്കെ ഉള്ളൂ. അച്ഛൻ മരിക്കുകയും ഞാൻ തളരുകയും ചെയ്തോടെ എല്ലാ സ്വത്തും സ്വന്തം മക്കൾക്ക് കിട്ടുമെന്ന് വല്ലാതങ്ങ് മോഹിച്ചുപോയി ഉണ്ണിയുടെ അമ്മ. അതുമാത്രമല്ല, മേഘനും ഉണ്ണിക്കുമൊക്കെ അങ്ങനെ തന്നെ. പ്രതീക്ഷ മുതൽ കിട്ടില്ലെന്നായപ്പോ പിന്നെ പ്രതികാരം തുടങ്ങി. ഇനി അത് തുടരും. നമ്മളതിനെ ഫലപ്രദമായിട്ട് നേരിട്ടേ പറ്റൂ. എന്നാലേ ഞങ്ങള് നാളെ എത്താം. പോടോ. ശരിടാ. പിന്നെ അവിടെ ചെന്ന് ആവശ്യത്തോടെ ചാടി ഇറങ്ങരുത്. പഴയ പോലെ വീൽ ചെയറിലെ അകത്തേക്ക് പോകാവൂ. അതെന്തായാലും ഞാൻ മറക്കില്ല. വാ. എന്നാ ശരിടാ. ശരി ശരി ലേഖേ. ലേഖേ. ബൈ.
സ്വന്തം വീട്ടിലേക്ക് പോകുന്ന കണ്ണേട്ടനും മഹാലക്ഷ്മി നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടല്ലേ? നമ്മളെല്ലാവരും ഒന്നിച്ച് താമസിക്കേണ്ട സമയം കഴിഞ്ഞില്ലേക്ക്. അതേപ്പറ്റിയൊക്കെ സാവകാശം അവരോട് സംസാരിക്കണം. സുമേഷ്, വീൽ ചെയർ എടുത്തോ. കാർ ഇവിടെ തന്നെ കിടക്കട്ടെ. സുമേഷ് നാളെ രാവിലെ വന്നാൽ മതി. ശരി സാർ. മാല അഴിക്കണ്ടേ? അഴിക്കണം. ശരി കണ്ണേട്ടാ. അയ്യോ, കാറിന്റെ ശബ്ദമൊക്കെ കേട്ട് ആരെങ്കിലും ഉണർന്നു കാണും കണ്ണേട്ടാ. വെറുതെ വീൽ ചെയറിന്ന് എഴുന്നേക്കണ്ട, ഇരിക്ക. കുഴപ്പമില്ല മഹി, ഇവിടെ ഉള്ളവരെയൊക്കെ എനിക്ക് നന്നായി അറിയാം. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. പിന്നെ ഇപ്പം ഞാൻ മരിച്ചെൻ്റെ മനസ്സമാധാനം ഉണ്ടല്ലോ, അതുകൊണ്ട് ഉറക്കം കൂടും. ആഹാ, ഈ വിളക്ക് കേട്ടുപോയിട്ടില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നേ. ശബരിമലയ്ക്ക് പോയി ഞാൻ ജീവനോട് തിരിച്ചു വരില്ല എന്നറിയാവുന്നതുകൊണ്ട് അയ്യപ്പനോട് എൻ്റെ രണ്ടാനമ്മയ്ക്ക് സ്നേഹം കൂടിക്കാണും. അതുകൊണ്ട് വിളക്കിൽ എണ്ണ ഒഴിച്ചു കാണും. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഈ അയ്യപ്പ വിഗ്രഹത്തിന് ജീവനുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ തോന്നൽ കുറച്ചുകൂടെ ശക്തമായിരിക്കുക. ഇപ്പോഴും ഞാൻ പറയുക, ഇതേ അയ്യപ്പ വിഗ്രഹം തന്നെയാ എനിക്ക് ആ അമ്മ തന്നത്.
പക്ഷേ ഇത് തന്റെ കയ്യിൽ എങ്ങനെ വന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരുപോലുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടാവില്ലോ കണ്ണേട്ടാ. ശബരിമലയിലെ വിഗ്രഹം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവിടെ ഇരിക്കുന്ന ആ വിഗ്രഹത്തിന്റെ മോഡലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മലയ്ക്ക് പോയിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് സത്യ. അതേ അയ്യപ്പ വിഗ്രഹം തന്നെയാ ഇത്. ജീവനുള്ള വിഗ്രഹമാണ് എന്റെ അയ്യപ്പനെന്ന് കണ്ണേട്ടന് തോന്നിയെങ്കിൽ നമ്മളീ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? ചിലപ്പോ തിരികിടാതെ കാത്തതും സ്വാമി തന്നെ ആയിരിക്കും. ഞാൻ ആശിച്ച പോലെ എല്ലാം നടന്നതിന് എന്റെ സ്വാമിയോട് എനിക്ക് തീർത്താ നന്ദിയുണ്ട്. ഇനിയെങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം ഞങ്ങൾക്കുണ്ടാവണേ അയ്യപ്പ സ്വാമി. സ്വാമിയേ ശരണയ്യപ്പ. അങ്ങനെ മാല അഴിച്ചു. ഇനി ഞാൻ സ്വാമിയല്ല, മഹാലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണനാ. അപ്പൊ മാല ഇട്ടപ്പോ അങ്ങനെ അല്ലായിരുന്നോ? ആ, അങ്ങനെ തന്നെ ആയിരുന്നു. എങ്കിലും സ്വാമി ആയതുകൊണ്ട് കുറച്ച് അകലം പാലിക്കണമായിരുന്നല്ലോ. ഇനി അതിന്റെ ആവശ്യമില്ല. മര്യാദയ്ക്ക് ആ വീൽ ചെയറിൽ കയറിയിരുന്നേ. ഇനി ആവേശം കയറിട്ടെ ആരുടെ മുന്നിലൂടെ നടക്കണ്ട. ഇനി വിളക്കണയ്ക്കാം. ആ, അണയ്ക്കാം. ആ, ഞാൻ അണച്ചിട്ട് വരാം. ബെല്ലടിക്ക്. ആരെങ്കിലും ഉണർന്നില്ലെങ്കിൽ ഉണരട്ടെ. നന്നായിട്ട് ബെല്ലടിച്ചോ. ബെല്ലടിക്ക്. ബെല്ലടിച്ചതുപോലെ തോന്നിയല്ലോ. ഒന്നുകൂടെ അടിക്ക്. ആരാവും ബെല്ലടിക്കുന്നത്? ചിലപ്പോ ബോഡി കൊണ്ടുവന്നതായിരിക്കോ. ഒന്നുകൂടെ അടിക്ക്. അവന്റെ ബോഡി കൊണ്ടുവന്നതായിരുന്നു അല്ലേ?
നീയായിരുന്നോ? നീ എന്താ ഈ രാത്രിയില്? കണ്ണേട്ടനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. അതിന് നീ രാത്രിയിലും വന്ന് ഞങ്ങളുടെ ഉറക്കം കളഞ്ഞ എന്തിനാ? കണ്ണം വിളിക്കാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ? അയാള് നിന്റെ ഭർത്താവല്ലേ, അപ്പോ അയാൾക്ക് നിന്നെ വിളിക്കണം എന്നുള്ള തോന്നലുണ്ടാവില്ലേ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ മഞ്ജുവിന്റെയും അതുപോലെ അനന്തുവേന്റെയും വീട്ടിലായിരുന്നല്ലോ. എന്നിട്ട് ഈ സമയത്ത് ഇങ്ങോട്ട് ഓടി വന്ന് കണ്ണേട്ട എവിടെയാണെന്ന് ചോദിച്ചാ ഞങ്ങൾക്കറിയോ കണ്ണേട്ട എവിടെയാണെന്ന്? എന്റെ കുഞ്ഞിന് എന്താടി സംഭവിച്ചത്? ഒരായിരം തവണ നിന്നോട് പറഞ്ഞതല്ലേ അവനെ കാനന പാതയിൽ കൂടെ വിടണ്ടാന്ന്. എന്നിട്ട് നീ കേട്ടോ? എടി, എന്റെ കുഞ്ഞിന് ശരിക്കും എന്താടി പറ്റിയത്? പറയടി, എന്താ സംഭവിച്ചതെന്ന്. ഒന്നും സംഭവിച്ചിട്ടില്ല അമ്മേ. കാനനപാതയിലൂടെ ഒരു കേടുപാടും കൂടാതെ മാർക്കോയും കൂട്ടരും എന്നെ സന്നിധാനത്തെത്തിച്ചു. സുഖമായിട്ട് തൊഴുതിറങ്ങുകയും ചെയ്തു. എന്നിട്ട് പിന്നെ നീ ഇതുവരെ എവിടെയായിരുന്നു മോനെ? തിരികെ വന്നതിന് ശേഷം മഞ്ജുവിന്റെ വീട്ടിലും പിന്നെ അനന്തുവിന്റെ വീട്ടിലും ഒക്കെ പോയി. അതിനുശേഷം ദാ ഇവിടെ വന്ന് മാല അഴിച്ചു. നീ എപ്പോഴാ ഇവിടെ വന്നേ? ഇങ്ങോട്ടൊന്നും വരവില്ലായിരുന്നല്ലോ. പിന്നെ എന്താ ഇന്ന് പതിവില്ലാതെ വന്നത്? ഇയാളുടെ കയ്യിലിരിക്കുന്ന അയ്യപ്പസ്വാമിയെ കണ്ടോടാ. ഇത് ജീവനുള്ള സ്വാമിയാ. ഈ സ്വാമി ഇയാള് പ്രാർത്ഥിക്കുമ്പോ സന്നിധാനത്തിരിക്കുന്ന അയ്യപ്പസ്വാമിക്ക് അതറിയാം. അതുകൊണ്ടാ എന്റെ യാത്രയ്ക്ക് ഒരു വിഘ്നവും വരാതിരുന്നത്. എന്നുവെച്ച് വിഘ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. പല തടസ്സങ്ങളും ഉണ്ടായി. പക്ഷേ അതൊക്കെ തട്ടി മാറ്റിയിട്ടാ വരുന്നത്. ഇതെങ്ങനെ സംഭവിച്ചെന്നാ? ഞാനിനെ സ്വപ്നം കാണാണോ? കാണുന്നതൊക്കെ സ്വപ്നാണോന്നാണോ ചിന്തിക്കുന്നേ? സ്വപ്നമല്ല, യാഥാർത്ഥ്യം. പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം എന്റെ കണ്ണേട്ടൻ മല കയറി. സ്വാമി നല്ല ദർശനം കണ്ണേട്ടന് കൊടുക്കുകയും ചെയ്തു. നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കാലിന് സ്വാധീനം ഇല്ലാത്ത ആളല്ലേ, അതുകൊണ്ട് അവിടെ ഒരു പ്രത്യേക പരിഗണനയൊക്കെ കിട്ടി.
സ്വാമിയെ കൺകുളിർക്കെ കണ്ടു തൊഴാനും പറ്റി. ഭഗവാനെ മനസ്സിൽ നിറച്ചിട്ടാ വന്നിരിക്കുന്നത്. അല്ല, ഇനി ഞങ്ങൾ അകത്തേക്ക് പൊയ്ക്കോട്ടെ? വാടോ.